അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ നേപ്പാളിയാണ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാവുന്നു. ഹലോ, ചേച്ചിയാണോ? ഇറക്കിയിരുന്നു. അല്ല, മിസ്റ്റർ ചേച്ചിയുടെ വീടല്ലേ? അങ്ങനെ സക്സസ് ക്രൗൺ വിൽക്കാം. ഇംഗ്ലീഷ് പറയും സാറിന് പിടികിട്ടിയില്ല. അത്രയല്ലേ ഉള്ളൂ. ഇനി മേലെ എന്നോട് ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലൊന്നല്ലേ? അമ്മച്ചാ ചട്ടവും പിടിപ്പിച്ച് കണ്ണിൽ വെച്ചിരിക്കട്ടെ. ക്രൗൺ വിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് കേട്ടില്ലേ? ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഉടനടി ക്രൗൺ വിൽക്കാമെന്ന് മേലോൻ ഫോണിൽ കൂടെ പറഞ്ഞത് നീ കേട്ടില്ലേ? കിരീടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. കോമാളി. പുലിയല്ല. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ പ്രീ ഡിഗ്രി നീ ഒരിക്കൽ തയ്യാറാകില്ല. ഇത്രയാണ് നിശ്ചയം. അതായത് ഞാൻ അടിച്ചു പിരിഞ്ച് ദുഷ്ടൻ. 1947 में यरवना जेल में स्वीकृत ने गांधी जी को पूरी तरह किया। आने वाली पीढ़ी इस बात पर कठिनाई से विश्वास करेगी। इस तरह नेक्रोस वाला कुछ प्रतिदत्त पुत्र हुआ था। हमारे आगे बच्चे आपको पड़ी उत्तर मेरे काय उत्तर करता है। बात को मुझे मालूम ये हरदान वाले हिंदी दोनों लोग मुझे मालूम പുറത്ത് പോലീസാണ് കൊണ്ടു. അവരോട് അകത്ത് വരാൻ പറഞ്ഞു. മോഷണത്തിന് കേസ് കൈകരിക്കുക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എല്ലാം ഒന്ന് കൂട്ടിക്കൊല്ലാൻ നമ്മുടെ ഈ കേസിന്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള സംഭവം ഓരോന്നായി തിരിച്ചും മറിച്ചും പലവട്ടം ഞാൻ ആലോചിച്ചു. ഒരു റിട്രോസ്പെക്ഷൻ. സംശയങ്ങൾ ഓരോന്നായിട്ടില്ലാണ്ട്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം. മാനസികതയ്ക്ക് ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. യഥാർത്ഥ രോഗി കറങ്ങിയിരിക്കുക, ആഹ്ലാദിക്കുക, പക്ഷെ ആ രോഗിയാകാമെന്ന് മാത്രം പിടിയിട്ടില്ല. ഈ രോഗബാധ ഉണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. സൈക്കാട്രി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അവര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ മനോരോഗങ്ങളായിട്ടാണ് ഇവരെ കാണുന്നത്. Bye.
ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നത് തോളിലിട്ടതാ. വെള്ളത്തിന് എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടില്ലോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്ന ഒറ്റയടിക്കാൻ തീർച്ചയാക്കണം. എല്ലാവരും കൂടെ ഇങ്ങനെയാണെന്ന് പറയാൻ വയ്യ. ഈ അന്വേഷണം വിജയമാക്കി ലഭിച്ച കുറയുടെ രഹസ്യം നാം പറയാം. നോക്കൂ, വിജയത്തിന്റെ പാതയിലേക്കുള്ള യാത്രയിൽ കുറുക്ക് വഴികളൊന്നുമില്ല. അങ്ങേയറ്റത്തെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചത്.